ഈ ക്ലാസ്സിൽ നമ്മൾ മെയ് മാസത്തെ പാർട്ട് 1 കറണ്ട് അഫേഴ്സാണ് നോക്കാൻ പോകണം കേട്ടോ. നോക്കാം നമുക്ക് മെയ്യിലെ PSC ബുള്ളറ്റിൻ പാർട്ട് 1. ഫസ്റ്റ് പറഞ്ഞാക്കുന്നത് പ്രൊഫസർ കെടാങ്കുളം കരുണാകരൻ പുരസ്കാരം കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക്. അപ്പോൾ എന്താണ്? പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക്. അപ്പോൾ തമ്പിക്ക് കിട്ടിയത് കെടാകുളം കരുണാകരൻ പുരസ്കാരം. സാഹിത്യകാരൻ സാമുവൽ മേനയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള സാമുവൽ മേന പുരസ്കാരം സംവിധായക കൻ ബ്ലസിക്കാണ് കേട്ടോ. സംവിധായകൻ ബ്ലസിക്ക്, എനിക്കത് തെറ്റിപ്പോയതാ. സംവിധായകൻ ബ്ലസിക്കാണ് എന്ത്? സാമുവൽ മേനയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള സാമുവൽ മേന പുരസ്കാരം. അപ്പോൾ സാഹിത്യകാരനാണ് സാമുവൽ മേന. സാമുവൽ മേനയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയാക്കുന്ന പുരസ്കാരം കിട്ടിയേക്കുന്നത് ആർക്കാണ്? സംവിധായകൻ ബ്ലസിക്കാണ് കേട്ടോ. സംവിധായകൻ ബ്ലസിക്കാണ് സാമുവൽ മേന പുരസ്കാരം കിട്ടിയേക്കുന്നത്. ഇനി ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ മലയാള വിഭാഗത്തിലെ യുവ പുരസ്കാരത്തിന് എഴുത്തുകാരി ജിൻഷ ഗംഗ അർഹയായിട്ടാണ്. അപ്പോൾ ജിൻഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയൊരു അല്ലേ. അപ്പോൾ യുവ പുരസ്കാരം ചെറിയൊരു കുട്ടിയുടെ പേരാണെന്ന് നമുക്ക് കിട്ടും. ജിൻഷ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു കുട്ടിയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ എന്താണ്? ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ മലയാള വിഭാഗത്തിലെ യുവ പുരസ്കാരത്തിന് എഴുത്തുകാരി ജിൻഷ ഗംഗ അർഹയായിട്ടാണ്. ഇനി ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? പത്മപ്രഭ, ഒരു പ്രഭയുണ്ട്, ശ്രീയുണ്ട് അല്ലേ. പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് രാജശ്രീ. 75,000 രൂപയും പത്മരാഗ കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരം കഥകളി ഗായകൻ കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് കിട്ടിയേട്ടാ. അപ്പം എന്താണ്? കഥകളി രംഗത്തെ ഒരു മിനിറ്റ്. കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരം കഥകളി ഗായകൻ കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക്. അപ്പം കഥകളി രംഗത്തെ ആർക്കാണ് കിട്ടിയത്? കളിയച്ചൻ പുരസ്കാരം ഉണ്ടോ? കളിയച്ചൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഇനി ഈ വർഷത്തെ അക്കിത്തം പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? അക്കിത്തം വി മധുസൂദനൻ നായർക്കാണ് കേട്ടോ. അപ്പം അക്കിത്തം എന്ന് ഓർക്കുമ്പോൾ അക്കിത്തം മധുസൂദനൻ നായർക്ക്. ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിൻ്റെ വംശം മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം മികച്ച നാടകം ഏതാണ്? വംശം. എന്താണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ നാടക മത്സരത്തിൽ വംശത്തിനാണ് മികച്ച നാടകം. അതിൻ്റെ സംവിധായകൻ ആര്? സുരേഷ് ദിവാകരൻ. സംവിധാനം സുരേഷ് ദിവാകരൻ. ഇതൊന്നും കൂടി വായിക്കാൻ എന്നാലേ നമുക്കതൊരു ഇതാവുള്ളൂ, ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? കരുണാകരൻ പുരസ്കാരം കിട്ടിയത് കുമാരൻ തമ്പിക്ക് അല്ലേ. നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കാം. തമ്പിക്കാണ് എന്ത് കുറച്ചും കൂടി കരുണ ഉണ്ടാവണമെന്നൊക്കെ ആലോചിച്ചു. കുമാരന്മാർക്ക് ഇച്ചിരി കരുണ കൂടുതലായിരിക്കും എന്നൊക്കെ ആലോചിച്ച് നോക്ക്. അപ്പോൾ കെടാകുളം കരുണാകരൻ്റെ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. പിന്നെ സാമുവൽ മേനയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയാണ് സാഹിത്യ പുരസ്കാരം കിട്ടിയത് ബ്ലസിക്ക് അല്ലെ. ബ്ലസിക്കാണെന്ത്? സാമുവൽ മേനയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ബ്ലസി. ഇനി ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ മലയാള വിഭാഗത്തിലെ യുവ പുരസ്കാര എഴുത്തുകാരി ജിൻഷ ഗംഗയാണ് അർഹയായത്. ഇനി ഈ വർഷത്തെ പത്മപ്രഭ ആർക്കാണ്? പ്രഭ. അപ്പോൾ ആലോചിക്കുമ്പോൾ എന്താണ്? ശ്രീ അല്ലേ. പ്രഭ രാജശ്രീ. ഇനി നമ്മൾ പറഞ്ഞ കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരം കളിയച്ചൻ എന്ന് ഓർക്കുമ്പോൾ ഒരു മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി അച്ഛൻ അല്ലേ. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് അച്ഛൻ. അപ്പോൾ കളിയച്ചൻ. ഇനി ഈ വർഷത്തെ അക്കിത്തം പുരസ്കാരം കവി വി മധുസൂദനൻ. അക്കിത്തം മധു എന്നുള്ള വാക്കിന് തേൻ എന്നൊക്കെ അർത്ഥമില്ലേ. അപ്പം ഇക്കിട്ടം വരുമ്പോൾ തേൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ നമ്മൾ ഒരുപാട് പഠിക്കണോണ്ടേ. അപ്പോൾ ഈ വർഷത്തെ അക്കിത്തം പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക്. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ ആർക്കാണ് കിട്ടിയത്? വംശ നാടക സംവിധാനം ചെയ്തത് സുരേഷ് ദിവാകരനാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് എന്ത്? ഓപ്പറേഷൻ ഹിമസേതു കേട്ടോ. അപ്പോൾ എന്താണ്? വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഹിമസേതു. അപ്പോൾ സിക്കിമിലാണ് എന്ത്? ഓപ്പറേഷൻ ഹിമസേതു.
ഇനി അടുത്തത് ദേശീയ പാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യവൻ. അപ്പം ഔഷധസസ്യങ്ങൾക്ക് നമുക്ക് ആരോഗ്യം കിട്ടുമല്ലോ, അങ്ങനെ തന്നെ ആലോചിച്ച് നോക്കുക. ആരോഗ്യവൻ. അപ്പോൾ ദേശീയ പാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യവൻ. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പീറ്റർ മജാർ പീറ്റർ മജാർ ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രി ആരാ? പീറ്റർ മജാർ മജാർ, ഹംഗറി. വേണമെങ്കിൽ ഹംഗറി, നമുക്ക് വിശക്കുമ്പോൾ മഞ്ചിനെന്നൊക്കെ ആലോചിച്ച് നോക്കുക. പീറ്റർ മജാർ ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയാണ്. മഞ്ചായിട്ട് പറഞ്ഞ് കണക്ട് ചെയ്യും. പീറ്റർ മജാർ. ഇനി സാമ്രാട്ട് ചൗധരി ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കേട്ടോ. അപ്പോൾ സാമ്രാട്ട് ചൗധരി എവിടത്തെയാണ്? ബീഹാറിലെയാണ് സാമ്രാട്ട് ചൗധരി. ഇനി രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് അല്ലേ. ആദ്യമായാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം രാജ്യസഭ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് കേട്ടോ. പ്രത്യേകതയുണ്ട്, ആദ്യമായിട്ടാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം രാജ്യസഭ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഹരിവംശൻ നാരായൺ സിംഗ്. ഇനി രാജ്യസഭ സെക്രട്ടറി ആരാണ്? KS സോമശേഖർ ആണ് കേട്ടോ. അപ്പോൾ രാജ്യസഭ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? KS സോമശേഖർ. ഇനി ഇസ്രായേലിലെ ഇൻ്റലിജൻസ് ഏജൻസിയാണ് മൊസാദ് അല്ലെ. ഇപ്പോൾ ഇസ്രായേൽ പ്രശ്നമൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്കിതൊക്കെ വേണം. അപ്പോൾ ഇസ്രായേൽ ഇൻ്റലിജൻസ് ഏജൻസിയാണ് മൊസാദ്. ഈ മൊസാദിൻ്റെ തലവനായിട്ട് നിയമിതനായത് ആരാണ്? റോമൻ ഗോഫ്മാൻ ആണ് കേട്ടോ. അപ്പം മൊസാദിൻ്റെ തലവനായിട്ട് നിയമിതനായത് ആരാണ്? റോമൻ ഗോഫ്മാൻ. ഇനി അടുത്തത് ലഫ്റ്റനൻറ്റ് ജനറൽ സൂസൻ കോയിൽ ഓസ്ട്രേലിയൻ ആർമിയുടെ പ്രഥമ വനിതാ മേധാവിയായി ചുമതലയേറ്റു. അതാണ് പ്രത്യേകത, പ്രഥമ വനിതാ മേധാവി അല്ലേ. ആദ്യത്തെ വനിതാ മേധാവിയാണ് എവിടുത്തെ? ഓസ്ട്രേലിയൻ ആർമിയുടെ. ആരാണ്? ലഫ്റ്റനൻറ്റ് ജനറൽ സൂസൻ കോയിൽ കേട്ടോ. ഇനി കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡിൽ ലഫ്റ്റനൻറ്റ് ജനറൽ റാങ്കിൽ ചീഫ് ഓഫ് സ്റ്റാഫായി തിരുവനന്തപുരം സ്വദേശിയായ ലഫ്റ്റനൻറ്റ് ജനറൽ CJ ജയചന്ദ്രൻ നിയമിതനായി. അത് ആ തിരുവനന്തപുരം സ്വദേശി ആയതുകൊണ്ടാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ എന്താണ്? കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡർ ലഫ്റ്റനൻറ്റ് ജനറൽ റാങ്കിൽ ചീഫ് ഓഫ് സ്റ്റാഫായി ആര് വന്നു? തിരുവനന്തപുരം സ്വദേശിയായ ജനറൽ CJ ജയചന്ദ്രൻ കേട്ടോ. ഇനി പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അലോക് ലാഹിരി നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനായി നിയമിതനായി. അപ്പം നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? അശോക് ലാഹിരി അല്ലേ. അശോക് ലാഹിരി. ഒന്നും കൂടി വായിക്കട്ടെ. ബോറടിക്കുമോ നിങ്ങൾക്ക്? എന്താണെന്നറിയോ, ഒന്നുകൂടി വായിക്കണേ. നമുക്ക് കേൾക്കാത്ത പേരിലായതുകൊണ്ട് ഒന്നും കൂടി പറയുമ്പോൾ നമുക്കത് ഒന്നും കൂടി തറാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഹംഗറിയുടെ പ്രധാനമന്ത്രിയാണ് ആര്? പീറ്റർ മജാർ അല്ലേ. പീറ്റർ മജാറാണ് ഹംഗറിയുടെ പ്രധാനമന്ത്രി. ഇനി ബീഹാർ മുഖ്യമന്ത്രി ആരാണ്? സാമ്രാട്ട് ചൗധരി. രാജ്യസഭ ഉപാധ്യക്ഷൻ ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്. പിന്നെ രാജ്യസഭ സെക്രട്ടറി ആരാണ്? KS സോമശേഖർ. പിന്നെ ഇസ്രായേൽ ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദിൻ്റെ തലവൻ ആരാണ്? റോമൻ ഗോഫ്മാൻ. പിന്നെ സൂസൻ കോയിൻ ആരായിരുന്നു? സൂസൻ കോയിൻ ഓസ്ട്രേലിയൻ ആർമിയുടെ പ്രഥമ വനിതാ മേധാവി അല്ലേ. പിന്നെ CJ ജയചന്ദ്രൻ ആരായിരുന്നു? തിരുവനന്തപുരം സ്വദേശിയാണ്, നമ്മൾ പഠിച്ചു അല്ലേ. കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡ് ലഫ്റ്റനൻറ്റ് ജനറൽ റാങ്കിൽ ചീഫ് സ്റ്റാഫായി നിയമിതനായത്. ഇനി നമ്മുടെ അശോക് ലാഹിരിയാണ് എന്ത്? നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ അശോക് ലാഹിരി. നമുക്ക് അടുത്തത് നോക്കാം. ഒഡീഷയിലെ ലഖൻപൂരിലാണ് ഇന്ത്യയിലെ ആദ്യ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത് കേട്ടോ. അപ്പം ഇന്ത്യയിലെ ആദ്യ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഒഡീഷയിലെ ലഖൻപൂരിലാണ് കേട്ടോ. കിട്ടിയ ഇന്ത്യയിലെ ആദ്യ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത് ഒഡീഷയിലെ ലഖൻപൂര്. ഇനി ഇന്ത്യയിലെ ആദ്യ ഡ്രൈവറില്ല പോഡ് ടാക്സിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നത് എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡ്രൈവറില്ല, നമുക്കറിയാം പുറം രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ ഡ്രൈവറൊന്നും വേണ്ട അല്ലേ, ടാക്സി ഓടിക്കോളും, എന്തോ കാർഡൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഇന്ത്യയിലെ ആദ്യ ഡ്രൈവറില്ല പോഡ് ടാക്സിയുടെ നിർമ്മാണോദ്ഘാടനം ചെയ്തത് മുംബൈയിലാണ് കേട്ടോ. ഇനി ലോകസഭയിലും നിയമസഭകളിലും 1/3 വനിതാ സംവരണം നടപ്പാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഏത്? 2023 106 ഭരണഘടനാ ഭേദഗതി അല്ലേ. അതുപ്രകാരം 6
ആർട്ടിക്കിൾ 334A ഭരണഘടനയുടെ ഭാഗമായിട്ടാ. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏത് ആർട്ടിക്കിളാണ് ഭാഗമായത്? 334A. ഇനി ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ് 2026 ഏപ്രിൽ 131 ഭരണഘടനാ ഭേദഗതി ബിൽ കൊണ്ടുവന്നിട്ടാ. അപ്പോൾ ഇതേ സെയിം ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഭേദഗതി ബില്ലാണ് 2026 ഏപ്രിൽ 131 ഭരണഘടനാ ഭേദഗതി ബില്ലട്ടാ. ഇനി IMFൻ്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റാങ്കിംഗ് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 6ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. IMFൻ്റെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6ാം സ്ഥാനം. മുൻ വർഷം 4ാം സ്ഥാനമായിരുന്നു, ഇപ്പോൾ അത് 6ാം സ്ഥാനമായി. ഇനി കരസേനാ മുൻ മേധാവി ജനറൽ മനോജ് നരവനെയുടെ പുതിയ പുസ്തകമാണ് ഏത്? ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ്. എന്താണ്? ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ്. അതാരെയാണ്? ജനറൽ മനോജ് നരവന. 2026 ഏപ്രിൽ 69ാം പിറന്നാൾ ആഘോഷിച്ച ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ഗൊറില്ലയാണ് ഏത്? ഫാറ്റു കേട്ടോ, ഫാറ്റ്. അപ്പോൾ ഫാറ്റൊക്കെ അടിഞ്ഞുകൂടി നല്ല വലിയൊരു ഗൊറില്ലയാണെന്ന് ആലോചിച്ച് നോക്ക്. 69ാമത്തെ പിറന്നാളാണ് ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് വായിച്ചിട്ട് പോവാം. അപ്പോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഇന്ത്യയിൽ ആദ്യം കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഒഡീഷയിലെ ലഖൻപൂരിൽ. ഇനി ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർ ഇല്ല പോഡ് ടാക്സി എവിടെയാണ്? മുംബൈ. പിന്നെ നമ്മൾ പറഞ്ഞു ലോകസഭയിലും നിയമസഭയിലും മൂന്നിലൊന്ന് വനിത സംവരണം ചെയ്യുന്ന ഭേദഗതി അല്ലേ? 2023 106ാം ഭേദഗതിയാണ്. അതിൻ്റെ ബില്ലാണ് എന്ത്? 334A അല്ലേ? അതാണ് അതിൻ്റെ ആർട്ടിക്കിളാണ് 334A. അപ്പോൾ ഇതേ സെയിം ഉദ്ദേശത്തോടെ ഏപ്രിൽ വന്നതാണ് ഏത്? 2026 ഏപ്രിൽ 131ാം ഭരണഘടനാ ഭേദഗതി വന്നതും ഇതേ സെയിം ഉദ്ദേശത്തോടെയാണ് കേട്ടോ. അപ്പോൾ ആ ഭേദഗതി ഓർക്കണം, 2026 131ാം ഭരണഘടനാ ഭേദഗതി. ഇനി IMF റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 6ആണ്. പിന്നെ നരവനയുടെ ബുക്ക് ഏതാണ്? ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ്. പിന്നെ ഏപ്രിൽ 69ാം പിറന്നാൾ ആഘോഷിച്ച ഗൊറില്ലയാണ് ഫാറ്റു. നമുക്ക് നോക്കാം. മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. അപ്പോൾ എന്താണ്? മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീടം കേട്ടോ. കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീടം കിട്ടിയത് ഇറ്റലിയുടെ യാനിക് സിന്നറിനാണ്. മോണ്ടെ കിട്ടിയത് മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് യാനിക് സിന്നറിന്. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മാർച്ചിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? സഞ്ജു സാംസണെ കേട്ടോ. മാറിക്കൊണ്ടിരിക്കുമല്ലാണ് ആ മാർച്ചിലെന്ന് പറയുന്നത്. പിന്നെ വിഡ്സൺ അൽ മനോ ക്രിക്കറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായി ഓസ്ട്രേലിയയുടെ മിച്ചൻ സ്റ്റാർക്കും മികച്ച വനിതാ ക്രിക്കറ്റ് താരമായി ഇന്ത്യയുടെ ദീപ്തി ശർമ്മയും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തിലാണ്? വിസ്ഡൻ അൽ മനോ ക്രിക്കറ്റിൻ്റെ കേട്ടോ. വിസ്ഡൻ അൽ മനോ ക്രിക്കറ്റിൻ്റെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരം മിച്ചൽ സ്റ്റാർക്ക്, വനിത ആരാണ്? ദീപ്തി ശർമ്മ. ഇനി സൈപ്രസിൽ നടന്ന കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിലെ ഓപ്പൺ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാൻ യാവോഹിർ സിദ്രോവും വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ വൈശാലിയും ജേതാക്കളായി. എന്താണ്? സൈപ്രസിൽ നടന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിൽ കേട്ടോ. ചെസ്സാണ് എന്ത്? കാൻഡിഡേറ്റ് ചെസ്. അത് ആ ഓപ്പൺ വിഭാഗത്തിൽ യാവോഹിർ സിദ്രോയും പിന്നെ ആരാണ്? ഇന്ത്യയുടെ വൈശാലിയുമാണ് ജേതാക്കളായത് കേട്ടോ. യാവോഹിർ സിദ്രോ ഉസ്ബെക്കിസ്ഥാൻ്റെയാണ് കേട്ടോ. ഇനി അണ്ടർ 12 ഫിഡെ ലോക റാപ്പിഡ് ചെസ്സിലെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലോക കിരീടം ചൂടി ഇന്ത്യയുടെ AS ഷർവാനിക. എന്താണ്? അണ്ടർ 12 ഫിഡെ ലോക റാപ്പിഡ് ചെസ്സിലെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലോക കിരീടം ചൂടിയത് ആരാണ്? ഇന്ത്യയുടെ AS ഷർവാനിക. അണ്ടർ 12 ഫിഡെ ലോക റാപ്പിഡ് ചെസ്സിലാണ് കേട്ടോ. ഇനി അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ കൂടുതൽ റൺ നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? സ്മൃതി മന്ദാന കേട്ടോ. അതായത് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ കൂടുതൽ റൺ നേടുന്ന ഇന്ത്യൻ താരം. അതായത് മൊത്തത്തിൽ പുരുഷനും വനിത എടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു റെക്കോർഡാണല്ലേ. മൊത്തത്തിൽ അന്താരാഷ്ട്ര 2020 കൂടുതൽ ഏറ്റവും റൺ നേടുന്നത് ആരാണ്? സ്മൃതി മന്ദാന കേട്ടോ. അതൊക്കെ എല്ലാവരും സ്മൃതി ഓലെ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണെന്ന് ആലോചിച്ചു നോക്കുക. അപ്പോൾ സ്മൃതി മന്ദാനയ്ക്കാണ് കിട്ടിയത്. ഇനി ടെന്നീസ് താരങ്ങളായ സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസും ബെലറൂസിൻ്റെ ആര്യാന സബലിംഗും ലോറസ് കായിക പുരസ്കാരം കേട്ടോ. അപ്പോൾ ലോറസ് കായിക പുരസ്കാരം കിട്ടിയത് ആർക്കൊക്കെയാണ്? സ്പെയിൻ കാർലോസ് അൽക്കാരസ്, പിന്നെ ആരാണ്? ബെലാറസിൻ്റെ ആര്യാന സബലിംഗ. ഇനി ഇൻഫോസിസിൻ്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡറായി പ്രമുഖ സ്പാനിഷ് ടെന്നീസ് താരം കാർലോസ് അൽക്കാരസ്. അപ്പോൾ കാർലോസ് അൽക്കാരസ് എന്താണ്? നമ്മുടെ ഇൻഫോസിസിൻ്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡറായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി IPL ക്രിക്കറ്റിലും പുരുഷ 2020 ക്രിക്കറ്റിലും ഇന്ത്യക്കാരൻ്റെ ഉയർന്ന സ്കോർ നേടി KL രാഹുൽ കേട്ടോ. അപ്പോൾ ഇന്ത്യക്കാരൻ്റെ ഉയർന്ന സ്കോർ നേടിയത് KL രാഹുലാണ് IPL ക്രിക്കറ്റിലും പുരുഷ 2020 ക്രിക്കറ്റിലും. ഇനി 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ
ട്രാക്കത്തലോൺ വിജയിക്കുന്ന മലയാളി എന്ന പദവിയിലെത്തി പുനലൂർ സ്വദേശിയായ സുരേഷ് സാം ചാണ്ടിയട്ട. അപ്പോൾ എന്താണ്, 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രാക്കത്തലോൺ വിജയിയാകുന്ന മലയാളി എന്ന പദവിയിലെത്തിയതാണ് ആരാണ്, പുനലൂർ സ്വദേശിയായ സുരേഷ് സാം ചാണ്ടിയട്ട. സുരേഷ് സാം ചാണ്ടി. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് സമകാലിക നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് മെയ് മാസത്തിലെ ഫസ്റ്റ് സമകാലിക നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടാ.